ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് രണ്ട് മോഡൽ ഇയറിങ്സ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് നമുക്കതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് 2 വൈറ്റ് ബീഡ്സ്, അതുപോലെ തന്നെ ഒരു ഗോൾഡിൻ്റെ സ്റ്റോൺ ചെയിനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് വേണ്ടത് ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യണ അതേപോലെ ചെയ്യുക. പിന്നെ 2 സ്റ്റഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോൺ ചെയിന്, 2 സ്റ്റഡ്, പിന്നെ 2 വൈറ്റ് ബീഡ്സ്, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു പലകട മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ നിലത്താ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ സ്റ്റോണ് വെച്ച് പിടിപ്പിക്കാൻ. അത്യാവശ്യം ഒരു വലുപ്പമായി കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഗ്ലൂ അതിൽ മൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പശ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതന്നെ ഞാൻ ഗ്ലൂ മൂടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോണ് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണത്, ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇതാക്കുകയാണ്. പിന്നെ എനിക്ക് അടിയിലേക്ക് ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അടിയിലേക്ക് കുറച്ചൊരു വലുപ്പമാവണ രീതിയിൽ സ്റ്റോൺ അടിയിലേക്കും ആക്കിയെടുത്തു. ഇങ്ങനെ വെച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാലിച്ച വന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ചത് ശരിയല്ല എന്ന് തോന്നി. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ആണ് ഞാൻ ചെയ്തത്. ആദ്യം വെച്ചപ്പോൾ എനിക്ക് അത് ശരിയാവണില്ല എന്ന് തോന്നി. അപ്പോഴാണ് 2 ഭാഗവും 2 തരം വലുപ്പത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചെങ്കിലാണ് നമുക്ക് ആ ഒരു വലുപ്പത്തിൽ കിട്ടുള്ളൂ. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ കൂടെ വേണം നമ്മൾ സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കാൻ. വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്തെടുക്കുക. ഇതിൻ്റെ തന്നെ ഗോൾഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിൽവറിൻ്റെ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഏകദേശം ഇതേ ഒരു സെയിമിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും അതേ രീതിയിൽ വേണം നമ്മൾ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഒപ്പം വെച്ചതിന് ശേഷം ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതും ആയതിനു ശേഷം നമുക്ക് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഏകദേശം ഈ ഒരു മോഡലിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മാത്രം ആയതുകൊണ്ട് എനിക്കതൊരു ഭംഗി തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ അടിയിൽ നമുക്ക് വൈറ്റ് ബീഡും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലേക്ക്, ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ സ്റ്റോണ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്തെടുത്താൽ മതി. കുറച്ചൊക്കെ ഒരു റിസ്ക്കാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും ഈ ഒരു മോഡലിന് ഒരു 50 രൂപ കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഒന്ന് വെച്ച് ഇനി അടുത്ത് ഇതേപോലെ എന്ത് ചെയ്യുക, ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലുള്ള സ്റ്റോൺ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കത് ഉണങ്ങാനായിട്ട് വെക്കണം. ഉണങ്ങാതെ തന്നെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബീഡ്സ് അതിൽ നിന്ന് ഊരിപ്പോരും. അപ്പോൾ നമ്മൾ രണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൽറ്റ് ഷീറ്റ് ഇങ്ങനെ വന്നത് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഏകദേശം നല്ലൊരു ഇയറിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൽറ്റ് ഷീറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റാം. അത് കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇത് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗവും നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന
ഫെൽറ്റ് ഷീറ്റ് കൊണ്ട് ഇനി നമുക്ക് അടുത്ത മോഡലും ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൻ്റെ മേലെ പശ ഒട്ടുന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് മോഡലിലും ചെയ്തെടുക്കാം. ഇതിൽ തന്നെ നമുക്ക് സ്റ്റഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ജംറിങ് വെച്ചിട്ട് കൊളത്തിടാവുന്ന രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റോൺ വെക്കണോട് കൂടെ നമ്മൾ ജംറിങ്ങും വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടാം. അപ്പോൾ നമുക്കിങ്ങനെ കൊളത്തിടുന്ന മോഡലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ അടുത്തത് വേറൊരു മോഡലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതും അത് ഏകദേശം ഇതേ ഒരു മോഡൽ തന്നെയാണ്, പക്ഷേ അത് കൂടുതലും സ്റ്റോൺ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡലാണ് അടുത്തതായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്.